നമസ്കാരം, വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ സാധാരണ ലൈം ലൈറ്റിൽ നിൽക്കുന്നത് വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണെന്ന് തന്നെ ഇന്നത്തെ കാലത്ത് പറയാം. അപ്പോൾ ഇപ്പോൾ രണ്ട് പേരുകളാണ് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുന്നത്. രണ്ടു ദിവസം മുമ്പ് ഞാനൊരു നറുക്കെടുപ്പിൻ്റെതായിട്ടുള്ള ഒരു നറുക്കെടുപ്പിൻ്റെതായിട്ടുള്ള സംഭവം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അപ്പോൾ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വീഡിയോ ഭയങ്കരമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. ഞാനാണെങ്കിൽ ശരി, ലേഡീസിനും ശരി, അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നമുക്ക് അതിങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കാർക്കും അറിയില്ലായിരുന്നു. ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് പറഞ്ഞത് അവരുടെ ആൾക്കാർ പറഞ്ഞാൽ അതിൻ്റെ അറിയുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ആ വീട് എങ്ങനെയെങ്കിലും സെയിൽ ചെയ്യണം. ഹലോ, നമസ്കാരം. ഞാൻ നിരഞ്ജന. ക്ഷമാപണം നടത്തിയ വീഡിയോയിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പോസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടായാലും ഞാൻ വന്നില്ല എന്ന് ചോദിച്ചവർക്ക് വേണ്ടി ഞാൻ നിന്റെ പണി കളയാൻ ശ്രമിച്ചതല്ല. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമായിരുന്നു. നിങ്ങളുടെ പ്രാങ്കൊക്കെ ഞാൻ ആസ്വദിക്കലുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഈ ജോലി തിരക്കിനിടയിൽ മാപ്പാക്കണേ. ഒന്ന് നമ്മുടെ പ്രാങ്ക് വീഡിയോവിൻ്റെ സ്വന്തം ആളായ RJ അഞ്ജലിയും, മറ്റേത് ഇപ്പോൾ അടുത്തിടെ ഒരു ലക്കി ഡ്രോ തട്ടിപ്പുമൊക്കെ ആയിട്ട് വന്നു എന്നുള്ള വിവാദമൊക്കെ സൃഷ്ടിച്ച രേണുസുധിയും പ്രതീഷും. അപ്പോൾ ഇവർ രണ്ട് കൂട്ടരും മാപ്പപേക്ഷയും ഒക്കെ ആയിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇപ്പോൾ കൂട്ടത്തോടെയുള്ള ഒരു മാപ്പ് പറച്ചിലിൻ്റെ കാലമാണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം RJ അഞ്ജലിയുടെ കാര്യത്തിലോട്ട് വരാം. അത് കഴിഞ്ഞിട്ടും പിന്നെ പ്രതീഷ് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നുള്ളതൊന്ന് കേട്ടു നോക്കാം. അപ്പോൾ ഇതിനു മുമ്പ് ഇതിൻ്റെ റിയാക്ഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വിഷയം തുടങ്ങുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും പിന്നെ അതിൻ്റെ അവസാനം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും കൂടി ക്ലിയർ ആക്കിയിട്ട് വേണമല്ലോ ആ വിഷയം ക്ലോസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതും കൂടെ പറഞ്ഞിട്ടും ഈ ടോപ്പിക് ഇവിടെ ക്ലോസ് ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ അഞ്ജലിയുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ആ മാപ്പ് പറച്ചിലൊക്കെ ഒരു കുറ്റബോധം കൊണ്ട് പറയുന്നതാണെന്ന് തോന്നുന്നുമില്ല. പിന്നെ RJ അഞ്ജലിയും നിരഞ്ജന എന്ന് പറയുന്ന ഒരു കുട്ടിയും ചേർന്ന് നടത്തിയ പ്രാങ്ക് കോളിൻ്റെ കഥകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാണല്ലോ. അത് കഴിഞ്ഞ് അഞ്ജലിയുടെ ഒരു മാപ്പ് പറച്ചിൽ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കേട്ടിട്ട് ധാരാളം പേര് അത് അഞ്ജലി മാത്രമല്ല നിരഞ്ജനയും കൂടി ചേർന്ന് മാപ്പ് പറയണം എന്ന ആവശ്യവുമായിട്ട് രംഗത്തിറങ്ങിയിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു മാപ്പ് പറച്ചിൽ വീഡിയോയുമായിട്ട് രംഗത്തിറങ്ങി. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. ക്ഷമാപണം നടത്തിയ വീഡിയോയിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പോസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടായാലും ഞാൻ വന്നില്ല എന്ന് ചോദിച്ചവർക്ക് വേണ്ടി ഞാൻ നാട്ടിലായിരുന്നു, ചേച്ചി കോയമ്പത്തൂരായിരുന്നു. ഇന്നലെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് ഒരുമിച്ച്. ഇപ്പോൾ ക്ഷമാപണം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്, മെഹന്തി ആർട്ടിസ്റ്റിനോടാണ് ചോദിക്കേണ്ടതെന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മെഹന്തി ആർട്ടിസ്റ്റിനെ നേരിട്ട് കണ്ട് നമ്മുടെ ക്ഷമ അറിയിച്ചതാണ്. ഒരിക്കൽ കൂടി ഈ പ്രാങ്ക് കാരണം ആ മെഹന്തി ആർട്ടിസ്റ്റിനുണ്ടായ മാനസിക ബുദ്ധിമുട്ടിനെ ഞങ്ങൾ ഒരുമിച്ച് ക്ഷമ ചോദിക്കുന്നു. ഈ ഒരു വീഡിയോ വന്നതിന് പിറകെ ഇവർ മറ്റൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എന്താണെന്നുള്ളത് നോക്കിയിട്ട് വരാം. എല്ലാ വീഡിയോസും കാണാറുണ്ട്. ലാസ്റ്റ് ഇട്ട വീഡിയോ വരെ കണ്ടിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ വീഡിയോ ചെയ്ത് അയച്ചു തരാൻ പറ്റുമോ? ഇപ്പം എവിടുന്ന് ഒരു ഹാപ്പി ബർത്ത്ഡേ വീഡിയോ അയച്ചു തരുമോ നിരഞ്ജന മോളെ? അപ്പോൾ ഇതെന്തോന്ന് ബർത്ത്ഡേ വിഷാണ് എന്നുള്ളത് കേട്ടിട്ടും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. സംഗതി കൊള്ളാം. ബർത്ത്ഡേ 5-ാം തീയതി ആണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെയാണ് ഈ വിഷും കാര്യങ്ങളൊക്കെ. അത് എന്ത് ടോണിലാണ് ഈ പറയുന്നത്? കരച്ചിലിൻ്റെ ടോണാണോ എന്താണെന്നൊന്നും കേട്ടിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇനി വേറൊരു വീഡിയോ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവരുടെ ഒന്ന് കണ്ടിട്ട് വരാം. എനിക്കൊരു ഊണ് മതി. നിനക്ക് എന്തോ വേണം? എനിക്കൊരു ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. അപ്പോൾ ഇവിടെ ഈ പുള്ളിക്കാരി ചോദിക്കുന്നത്, നിരഞ്ജന ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ബിരിയാണി കഴിക്കാനാണ് പുള്ളിക്കാരി റെഡിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ ഈ കാണിച്ചു കൂട്ടിയ പ്രഹസനങ്ങളൊക്കെ കാണുമ്പോഴേക്കും അതിൻ്റെയൊക്കെ ക്ഷീണം തീർക്കാനായിട്ട് എന്തുകൊണ്ടായാലും
ഒരു ചിക്കൻ ബിരിയാണി കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് തോന്നുന്നു. ഈ വീഡിയോ ക്ലിപ്പിങ്ങിൻ്റെ അവസാനം ഭാഗം പറഞ്ഞത് എന്താണെന്ന് കേട്ട് കാണുമല്ലോ. അപ്പോൾ ഇപ്പോഴും ഈ മെഹന്തി പരിപാടിയൊന്നും ഇവരുടെ മനസ്സിൽ നിന്നും പോയിട്ടില്ല, അത് മായാതെ അവിടെ തന്നെ കിടപ്പുണ്ട് എന്ന് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏറിൽ ഇവരുള്ളപ്പോഴേക്കും വരിയായിട്ട് ഇങ്ങനെ കണ്ടൻറ്റുകൾ ഇറക്കിക്കൊണ്ടിരുന്നാൽ പിന്നെ വ്യൂസിൻ്റെ ചാകര തന്നെയായിരിക്കും കിട്ടുന്നത് എന്ന് കരുതിയാണ് ഒന്നിൻ്റെ പിറകെ ഒന്നേ ഇങ്ങനെ വീഡിയോസ് വന്നുകൊണ്ടേ ഇരിക്കുന്നത്. ഇനി ഇവരുടെ അടുത്ത ഐറ്റം ഒന്നുണ്ട്, അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. സമാധാനത്തിന് വേണ്ടി ഇരിക്കുന്നേടെ എന്തിനേ ചേച്ചി 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 എന്തോ സംരംഭം തുടങ്ങിയെന്നോ? അതിലെന്താണെന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെ മോശമായിട്ട് വോയിസ് അയച്ച ഒരു വ്യക്തിയുടെ ക്ലിപ്പിംഗ് വന്നിട്ട് ഇവർ ഷെയർ ചെയ്തിരുന്നു. അത് എന്താണെന്നുള്ളത് ആദ്യം കാണാം. നീ എന്തിനാ ഇത്ര നല്ല ആർട്ടിസ്റ്റാ ഞാൻ ഇവിടെ ഉള്ളപ്പോ നീ എന്തിനാണ് വേറെ ലോഡീസിലേക്ക് പോയിട്ട് വിളിക്കുന്നത്? നിനക്ക് കുണ്ടിൽ മേന്തിട്ട് പോരായോ? ഞാൻ ഇട്ടിരുന്നു ഇവിടെ നിനക്ക് നല്ല നൈസായിട്ട് നല്ല ഡിസൈൻ വർക്കുകൾ ഞാൻ ചെയ്തിരുന്നിരിക്കും. രണ്ട് സൈഡിലെ കുണ്ടിൽ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി ഇങ്ങനെ നല്ല രീതിയിൽ നല്ല ഡിസൈനുകൾ ചെയ്തു തരും. അതൊക്കെ നൈസായിട്ട് നല്ല സോഫ്റ്റ് ചെയ്തിട്ട് പിടിച്ചിട്ട് ഒക്കെ ചെയ്ത് തരുമ്പോൾ ഒരു പ്രത്യേക സുഖം കൂടെ കിട്ടും നിനക്ക്. ചെറിയ സുഖം. നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കയ്യിൽ റെക്കോർഡിങ്സ് ഉണ്ടാകും, മൈക്കിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. സോ ഒരുമിച്ച് നമുക്ക് പോലീസ് സ്റ്റേഷനിലിരുന്ന് മെഹന്തി ഇടാം കേട്ടോ. ചേച്ചി ഉണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ ഈ ജോലി തിരക്കിനിടയിൽ മാപ്പാക്കണേ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും യഥാർത്ഥത്തിലും ഞെട്ടിയാ പോകുന്നത്. കാരണം എന്തൊക്കെയാണ് ഈ വോയിസ് ക്ലിപ്പിങ്ങിൽ ഇയാൾ പറഞ്ഞു കൂട്ടുന്നത് നിങ്ങളൊക്കെ കേട്ട് കാണുമല്ലോ. അല്ല, ഇപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ എന്ത് പറയാനാണ്, കാലം പോയ ഒരു പോക്കേ. ഇങ്ങനെ വൾഗറായിട്ട് സംസാരിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുന്നതൊക്കെ വളരെ മോശം പ്രവൃത്തിയാണ്. അതും എന്തൊക്കെയായാലും ശരി, ഈ പെൺകുട്ടികളോടൊക്കെ ഇങ്ങനത്തെ രീതിയിലുള്ള അശ്ലീല ചുവയുള്ള മെസ്സേജസൊക്കെ അയക്കുന്നത് എന്തായാലും അതിന് എന്ത് പറഞ്ഞാലും അത് ഒരിക്കലും ഇതൊക്കെ ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാര്യങ്ങൾക്കൊക്കെ ഒടുക്കൽ അഞ്ജലിയും നിരഞ്ജനയും മേക്കപ്പ് മെഹന്തി ആർട്ടിസ്റ്റിനെ കണ്ട് മാപ്പ് ചോദിച്ചു എന്നൊക്കെ പറയുന്നു. ഇനിയെങ്കിലും ഇവരുടെ പ്രാങ്കുകൾ അതിൽ വിട്ട് പോകാതെ ശ്രദ്ധിച്ചാലും അതായിരിക്കും നല്ലത്. ഇനിയെങ്കിലും ആ വിഷയം ഒന്ന് കഴിഞ്ഞു പോകട്ടെ. അടുത്തത് നമ്മൾക്കിനി പ്രതീഷിൻ്റെ ടോപ്പിക്കിലോട്ട് വരാം. അതായത് നിങ്ങൾ അടുത്തിടയ്ക്ക് കണ്ടു കാണുമല്ലോ ഈ ലക്കി ഡ്രോനെ കുറിച്ചിട്ട് ഇവർ ഷെയർ ചെയ്തിരുന്ന ഒരു വീഡിയോയും കാര്യങ്ങളുമൊക്കെ. അതിൻ്റെ ഭാഗങ്ങൾ ആദ്യം എന്താണെന്ന് നോക്കിയിട്ട് ബാക്കി സംസാരിക്കാം. വീഡിയോ എടുത്ത് തന്നാൽ മാത്രം മതി, അതാണ് പറഞ്ഞായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ അവരും നിൽക്കും. കാരണം ഇപ്പോൾ ആരാണോ പ്രോപ്പർട്ടി, ആരുടെയാണോ സ്ഥലം, അവർക്ക് ആ വയ്യാതിരിക്കുന്ന ആൾക്കാർ അവരാരാണോ അവരും വീടിന്റെ മുന്നിൽ നിൽക്കും എന്നാണ് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയ സമയത്ത് അവർ പറഞ്ഞായിരുന്നു അവർ നിൽക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് എങ്ങനെയെങ്കിലും ഒരു മിനിറ്റിന്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു തരണം പറഞ്ഞു. വേറെ നമുക്ക് നിവർത്തിയുണ്ടായിരുന്നില്ല. കാരണം അത്ര നേരം നമ്മൾ വിചാരിച്ചത് അവര് നിൽക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയത്. പക്ഷെ അവര് പറഞ്ഞത് അവരവിടെ എത്തിയ സമയത്ത് നമ്മളത് അവർ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. ശരി, എന്തായാലും വന്നതല്ലേ കൊണ്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത പോയി ഒരു 4 മണിക്കൂറിനുള്ളിൽ തന്നെ 4-5 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ആ വീഡിയോന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മുടെ തെറ്റ് മനസ്സിലാക്കിയിട്ട് നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെടുത്തതാണ്. പക്ഷെ ഇത്രയും വലിയൊരു സംഭവങ്ങളാണ്, അല്ല ഇത്രയും കുറെ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് അതിന്റെ ഗൗരവത്തോടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അതിന്റെ പ്രശ്നങ്ങളും അതിന്റെ ബാക്കിലുള്ള സംഭവങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയത്. ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. ഞാനും ആ ചേച്ചിയും കറക്റ്റായിട്ട് കാര്യങ്ങൾ കറക്റ്റ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരാളെ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിക്ക് മാത്രമാണ് നമ്മളത് ചെയ്തത്. നമുക്കതിനെ കുറിച്ച് അങ്ങനെ അറിയത്തില്ല. നമ്മളൊരാൾ വിഷമം കണ്ട സമയത്ത് ഇങ്ങനെയാണ് അതിന്റെ സിറ്റുവേഷൻ, അപ്പൊ നമ്മൾ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ചെയ്തു കൊടുത്താണ്. എന്നിരുന്നാലും ഈ പ്രതീഷ് പറയുന്ന ഈ സോറിയൊക്കെ വളരെ നല്ലതാണ്, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇവർ എന്തെങ്കിലും പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു നൽകുമോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. പിന്നെയും പ്രതീക്ഷ ഇതിനെക്കുറിച്ചിട്ട് കുറച്ച് വിവരങ്ങൾ കൂടി പറയുന്നുണ്ട്. അത് ഈ ക്യാഷ് വല്ലതും കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുമോ, അത് ഉറപ്പാണോ എന്നുള്ളതൊക്കെ അത് കണ്ടു തന്നെ അറിയണം. പിന്നെ ഇവർ ഈ ടൈപ്പിലുള്ള പ്രൊമോ വീഡിയോസൊക്കെ ചെയ്യാൻ കാരണം വേറൊന്നുമല്ല, ഉറപ്പായിട്ടും അത് പ്രതീക്ഷ ചെയ്യുന്നതിൻ്റെ കാരണം അതിൽ നിന്നുള്ള വരുമാനം തന്നെയാണ്. ഈ പ്രൊമോ വീഡിയോസൊക്കെ അതുവഴി കിട്ടുന്ന വരുമാനത്തിന് വലിയൊരു ഷെയർ ഈ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ സാമാന്യം നല്ലൊരു സംഖ്യ തന്നെയാണ് ഇങ്ങനത്തെ വീഡിയോസിൽ നിന്നൊക്കെ ഈ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ കിട്ടുന്നത്. പിന്നെ സാധാരണ ഈ നന്മയുള്ള കാര്യങ്ങളും അടുത്തവർക്ക് വേണ്ടിയിട്ട്
ഒരു സഹായം ചെയ്യുന്നതുമൊക്കെ വളരെ നല്ലതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ധാരാളം പേര് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുമുണ്ട്. പക്ഷെ അതൊക്കെ അവർ കഴിയുന്നതും ഈ ചെയ്യുന്നതും ആ സഹായം പറ്റുന്നവർ മാത്രമേ അറിയാറുള്ളൂ. അതൊരു വലിയ കാര്യമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ അവർ ഷെയർ ചെയ്ത് കാണാറില്ല. പിന്നെ ഇതൊക്കെ എടുത്തെടുത്ത് വീഡിയോ ഒക്കെ ചെയ്യുന്നത് അത്ര നല്ലതാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പബ്ലിക്കിൽ പറയുകയും ഇതൊക്കെ പബ്ലിക്കിൽ കാണിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ഇവരെയും ചില ആളുകൾ വന്നിട്ട് ഇവരുടെ പ്രൊഫൈലും കാര്യങ്ങളും ഇവരുടെ ഡീറ്റെയിൽസും കൂടി ഷെയർ ചെയ്യാറുണ്ട്. അതൊക്കെ പലർക്കും സമ്മതം കാണാൻ വഴിയില്ലെങ്കിലും വേറെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ അവർ സമ്മതിക്കുന്നതാണോ എന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇതൊക്കെ അവരുടെ പ്രൈവസിയിലേക്കുള്ള ഒരു കടന്നുകയറ്റം തന്നെയാണ്. ചില കാര്യങ്ങളാകട്ടെ ഇപ്പോൾ പബ്ലിക്കിലൊക്കെ വന്ന് പറഞ്ഞാലും ശരി, അത് മറ്റുള്ളവർക്കൊരു മോട്ടിവേഷനായിട്ടാകാം, അതിലൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷേ അതൊരു വിടുമ്പോഴേക്കും ഇതിൻ്റെ ഉദ്ദേശ ശുദ്ധി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു. പിന്നെ ഇപ്പോൾ പല ആളുകൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ഈ പ്രാങ്ക് കോളും ഇതുമൊക്കെ പോലെ പലതും ചെയ്യും, പിന്നീട് വന്ന് ക്ഷമ പറയും. ഇതൊക്കെ ഇങ്ങനെ ഒരു ഇതുപോലെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയം മുമ്പ് അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നത് കൊണ്ട് അതിൽ എന്താ പിന്നീട് സംഭവിച്ചത് എന്നുള്ളത് അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടായിരുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതോടെ കൂടെ ഈ ടോപ്പിക്ക് നമ്മൾക്ക് അങ്ങ് ക്ലോസ് ചെയ്യാം. കാര്യങ്ങൾ എന്തൊക്കെയായാലും ഈ സോഷ്യൽ മീഡിയയിൽ ഓരോരോ ദിവസവും ഇങ്ങനെ പല വാർത്തകളും സംഭവങ്ങളും ഒക്കെയാണ് വരുന്നത്. പലരും എയറിൽ വരുന്നു, ലൈം ലൈറ്റിൽ വരുന്നു. ഇതിനൊക്കെ ഒരുപാട് ഇതിൻ്റെ പേരിൽ വിവാദങ്ങളും ചൂടുള്ള ചർച്ചാ വിഷയങ്ങളൊക്കെ നടക്കുന്നു. എന്തായാലും ക്ഷമ പറഞ്ഞു ഇവർ ഈ വിഷയം ഇവിടെ അവസാനിപ്പിച്ചു എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അപ്പോൾ സാധാരണ ഈ കാര്യങ്ങളൊക്കെ പൊതുവെ എല്ലാവരും അറിഞ്ഞു കാണും. പിന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.